നീറ്റ് വിഷയത്തിൽ എൻഡിഎ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. പരീക്ഷയിലെ ചെറിയ അശ്രദ്ധ പോലും ഗൗരവത്തോടെ കാണണമെന്ന് കോടതി. വീഴ്ചയുണ്ടെങ്കിൽ അംഗീകരിക്കുകയും പരിഹരിക്കുകയും വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേന്ദ്രത്തിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കോടതി വീണ്ടും നോട്ടീസ് അയച്ചു. അതേസമയം ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ കുറ്റസമ്മതം നടത്തിയതായി അന്വേഷണ സംഘവും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകും. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെയും ഈ പരീക്ഷയുടെ നടത്തിപ്പുകാരായിട്ടുള്ള എൻഡിഎക്കെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻഡിഎയെ കടുത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ട് കോടതി ഇന്ന് വിഷയം ചൂണ്ടിക്കാണിച്ചത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് തന്നെയാണ് കോടതി എടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പരീക്ഷയിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് നീതിപൂർവമായ നിലപാട് ഈ വിഷയത്തിൽ എൻഡിഎ അടക്കമുള്ള ഏജൻസി സ്വീകരിക്കണമെന്നടക്കമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും അംഗീകരിക്കാനും ഈ നടത്തിപ്പുകാരായ എൻഡിഎ തയ്യാറാകണം. അത് വിദ്യാർത്ഥികൾക്കും ഏജൻസിക്കും ഗുണം ചെയ്യുമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, സമയബന്ധിതമായ നടപടി തന്നെ ഉണ്ടാകുമെന്നാണ്, അതായത് എൻഡിഎയുടെ ഭാഗത്തുനിന്നും സമയബന്ധിതമായ നടപടി ഉണ്ടാകുമെന്നാണ് കോടതി പ്രതീക്ഷിക്കുന്നതെന്നും ഈ ഒരു കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, തട്ടിപ്പ് നടത്തി ഒരു ഡോക്ടറാവുന്ന ഒരു വ്യക്തി സമൂഹത്തിന് എത്രമാത്രം ദോഷം ചെയ്യുമെന്ന കാര്യവും കോടതി ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേന്ദ്രം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്ത് വന്നത്. അതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ കടുത്തൊരു തീരുമാനത്തിലേക്ക് കോടതി പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിനി ജൂലൈ 8 വീണ്ടും പരിഗണിക്കാൻ വേണ്ടിയും സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മറ്റ് അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ കേന്ദ്രം പലതവണയായി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ബീഹാറിൽ തെറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ കുറ്റസമ്മതം നടത്തിയെന്നാണ് ഇപ്പോൾ കുറ്റാന്വേഷണ ഏജൻസി അടക്കം ഈ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ശരി, രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി നിലപാട് കടുപ്പിക്കുന്നത്. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.